ഉള്ളത് കേട്ടോ. ഇതൊക്കെ സ്ഥിരം കാണുന്നവർക്കൊരു കാഴ്ചയല്ല കേട്ടോ. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് മധുരയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്തത്. പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞത് മുരിങ്ങ വരെ കൃഷി ചെയ്യുന്നതാണ്. മുരിങ്ങ അങ്ങ് ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ടേക്കാണ് കേട്ടോ. അവരുടെയൊക്കെ തെങ്ങ് കണ്ടില്ലേ, എന്താ കായ്ഫലമല്ലേ. പിന്നെ ഞാൻ അധികമായിട്ടും കണ്ടത് അവിടെ എപ്പോഴും എരിക്കുണ്ടായിരിക്കും. ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ എരിക്ക് കാണുന്ന ഒരു പ്രത്യേകതയാണ് എരിക്കും. പിന്നെ കണ്ടത് ആര്യവേപ്പാണ്. ഇവിടെ എപ്പോഴും നോക്കിയാലും ആര്യവേപ്പ് എരിക്കും പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇത് കൃഷിയൊന്നും ചെയ്യുന്നതല്ല, അവരുടെ വായുവൊക്കെ നല്ല ശുദ്ധമാകാൻ വേണ്ടിയിട്ട് ആര്യവേപ്പ് നടുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഇവർ ആര്യവേപ്പ് ഇങ്ങനെ നടുന്നത്. എന്തായാലും ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം നല്ല മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞ് എന്തായാലും ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഇനിയുള്ള സമയങ്ങളിൽ എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല ചൂടായിരുന്നു. എന്തായാലും അമൃത എക്സ്പ്രസ് മധുരയിൽ എത്തിയപ്പോൾ തന്നെ 10 മണിയായിരുന്നു. മധുരയിൽ അങ്ങനെ ഞങ്ങളൊരു റൂമൊക്കെ എടുത്ത് അവിടുന്ന് ഫ്രഷായി ക്ഷേത്ര ദർശനത്തിന് പോയി. അവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ വൻ ഭക്തജന തിരക്ക്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്നോ, അവിടെ ക്യൂവിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 100 രൂപ ടോക്കൺ എടുത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 100 രൂപ ടോക്കൺ എടുത്ത് ക്യൂവിൽ കയറിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു 3 മണിക്കൂറെങ്കിലും നിൽക്കേണ്ടി വന്നു. ഫ്രീ ദർശനത്തിനുള്ള ക്യൂ ആണെങ്കിൽ അവിടെ കാര്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അതുകൊണ്ട് ഇനി ആരും അങ്ങനെ മധുര അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഫ്രീ ദർശനത്തിന് തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാവുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് യാതൊരുവിധ ലഗേജുകളോ കാര്യങ്ങളോ ഒന്നും കടത്തിവിടുന്നതല്ല. നമുക്കാകെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ചെറിയൊരു പേഴ്സ് മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.